നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിപ്ലവകരമായ മാറ്റവുമായാണ് വോട്ടിംഗ് യന്ത്രം എത്തിയത്. വോട്ട് ചെയ്യുന്നതും വോട്ടെണ്ണുന്നതും അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഇതോടെ വളരെ വേഗത്തിലാകുകയും ചെയ്തു. വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ സുരക്ഷിതമാണ് വോട്ടിംഗ് യന്ത്രമെന്നാണ് നമ്മൾ വിശ്വസിച്ചത്. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ വരികയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മിന്നുന്ന വിജയം നേടിയത് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയാണ് എന്നതാണ് വെളിപ്പെടുത്തൽ. BSPയും SP-യും ആം ആദ്മി പാർട്ടിയുമെല്ലാം കൃത്രിമം നടത്തിയെന്നും ഹാക്കർ പറയുന്നു. കോൺഗ്രസിന് സമ്പൂർണ്ണ ക്ലീൻ ചിറ്റ്. ലണ്ടനിലിരുന്ന് ഹാക്കർ നടത്തിയ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധിയുടെ തിരക്കഥയാണെന്നാണ് BJPയുടെ ആരോപണം. കൃത്രിമം സാധ്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വാദിക്കുന്നു. കപിൽ സിബൽ എന്തിന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ് BJPയുടെ അടുത്ത ചോദ്യം. ഈ വാദങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൽ കൃത്രിമമുണ്ടോ അതോ ആരോപണങ്ങൾ തള്ളിക്കളയണോ? ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നോ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. വാട്സപ്പ് വീഡിയോ വഴിയും നിങ്ങളുടെ പ്രതികരണം അറിയിക്കുക. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം ശ്രീ സേതുനാഥ് പാലക്കാട് നിന്നുമാണ് സേതുനാഥ് വിളിക്കുന്നത്. ശ്രീ സേതുനാഥ്, താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്നലെ ഹാക്കർ നടത്തിയിട്ടുള്ള ഈ വാർത്താ സമ്മേളനം, ഈ വെളിപ്പെടുത്തൽ 2014 നരേന്ദ്രമോദിയും BJPയും മിന്നുന്ന വിജയം നേടി കോൺഗ്രസിനെ 44 സീറ്റുകളിലേക്ക് വലിഞ്ഞു മുറുക്കി കെട്ടി നിലം പരിശാക്കി മാറ്റിയത് ഇത്തരത്തിലുള്ള കൃത്രിമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ സേതു? ഞാനത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു സംഭവം നമുക്ക് നടക്കാൻ ഒരിക്കലും സാധ്യതയില്ല. പക്ഷെ ലണ്ടനിൽ പോയിട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ വരെ കോൺഗ്രസ് തയ്യാറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നില ഇന്ത്യയിൽ ഇപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊരു സാക്ഷ്യപത്രമാണ്. എന്തുകൊണ്ടാണ് ലണ്ടനിൽ പോയിട്ട് ഇന്ത്യയെ അപമാനിക്കാൻ നോക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാൻ കഴിവില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം ധരിച്ചിട്ട് നിൽക്കുന്നത്? അപ്പോ നമ്മൾ കാണേണ്ടത് ഇതെല്ലാം പരാജയ ഭീതിയിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ ഇതിനു മുമ്പും ഒരുപാട് ഇലക്ഷനുകൾ നടന്നിട്ടുണ്ട്. BJP ഇതരമായിട്ടുള്ള പല കക്ഷികളും ജയിച്ചിട്ടുണ്ട്. കേരളത്തിലും ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ഈ വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റും തകരാറും തോൽക്കാൻ പോകുന്ന ഇലക്ഷന്റെ തൊട്ട് മുമ്പ് വരുന്നത് പരാജയ ഭീതി കൊണ്ടാണ്. കോൺഗ്രസ് ഈ ഇലക്ഷന് 44 പോയിട്ട് 4 സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തലെന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. റൈറ്റ്. അപ്പോൾ പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് വിരളി പിടിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുടെ പുറകെ പോകേണ്ടതില്ല. പരാജയ ഭീതി പൂണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടി, നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തെ മറ്റൊരു രാജ്യത്ത് പോയി അവഹേളിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമല്ലേ സാർ? അല്ലെ? നിങ്ങളുടെ ചാനലിന്റെ അഭിപ്രായം എന്താണ്? അത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ? വളരെയധികം നന്ദി. രാജ്യത്തെ നാണം കെടുത്തുന്നു കോൺഗ്രസ് ഈ നാടകത്തിലൂടെ എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ നാണു കൂടി ചേരുന്നു. ശ്രീ നാണു, ഇത്തരത്തിൽ കോൺഗ്രസ് രാജ്യത്തെ നാണം കെടുത്തിയും ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം കോൺഗ്രസ് നടത്തുന്നു എന്നാണോ വിശ്വസിക്കേണ്ടത്? അതല്ല ഈ വെളിപ്പെടുത്തലുകളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെന്ന് സംശയിക്കണോ? സാറേ, ഞാനൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധകനാണ്. ഞാൻ വരെ കരുതിയത് ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി അനായാസ വിജയം ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ ഈ വെളിപ്പെടുത്തലോടുകൂടി മനസ്സിലാക്കേണ്ട, രാജ്യത്ത് രഹസ്യാന്വേഷണത്തിലും മറ്റു കാര്യത്തിൽ കൂടി കോൺഗ്രസ് ഇതിൽ കൂടുതൽ കൂപ്പുകുത്തുകയാണ് എന്ന് കോൺഗ്രസ് തന്നെ വിളിച്ചു പറയുന്ന ഒരു സ്ഥിതിയാണിത്. ഇപ്പം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മിന്നുന്ന വിജയം നടത്തിയ കോൺഗ്രസ് ഇലക്ഷൻ യന്ത്രത്തിൽ തകരാറ് വരുത്തിയിട്ടാണോ ജയിച്ചത്? മറുപടി പറയണം. ഇന്ത്യൻ ജനാധിപത്യത്തിന് വെക്കുന്ന ഈ കത്തിയുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയെ പോലെ ഇത്ര വില കുറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനെ ഒരു രാജ്യവും ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഹാക്കർ പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ പാർട്ടികളും തങ്ങളെ സമീപിച്ചിട്ടില്ല. തങ്ങളെ സമീപിച്ചത് ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഡൽഹി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആം ആദ്മി പാർട്ടിയുടെ വിജയം അത് സത്യസന്ധമായിട്ടുള്ള വിജയമല്ല, കോൺഗ്രസ് തങ്ങളെ സമീപിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് തന്നെയല്ലേ പറയുന്നത്. ഏകപക്ഷീയമായി കോൺഗ്രസ് ഞങ്ങളെ സമീപിച്ചില്ല, ഗോപിനാഥ് മുണ്ടയുടെ മരണം, ഇതൊക്കെ പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഊന്നിയിട്ടാണ് ഇവരുടെ ഭയം.
അപ്പൊ അതുകൊണ്ട് അനായാസം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നുള്ളത് ഏറ്റവും വലിയ ചിത്രമല്ലേ ഇത്? യെസ് റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ നാണു. ശ്രീ ബൈജീഷ് കൂടി വയനാട് നിന്നും ചേരുന്നു. ശ്രീ ബൈജീഷ്, ഇത് ഈ പറയുന്നത് പോലെ രവിശങ്കർ പ്രസാദ് ഒക്കെ പറയുന്നത് പോലെ ഒരു കോൺഗ്രസ് സ്പോൺസേഡ് ഡ്രാമ അതാണോ നടന്നിട്ടുള്ളത്? അതോ അതുമല്ല കുറെ സത്യമുണ്ട്, അങ്ങനെ തനിക്കിവിടെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് പുറത്തു പോയി അവിടെ നിന്നും ഒരു വാർത്താ സമ്മേളനം നടത്തിയ ഒരു ടെക്നോക്രാറ്റ്, ഒരു ഹാക്കർ, അങ്ങനെ ഒരാളുടെ സത്യസന്ധമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ എങ്ങനെയാണ് ബൈജീഷിന് ഇക്കാര്യം വിലയിരുത്താൻ പറ്റുന്നത്? കോൺഗ്രസ് നമ്മുടെ നാടിനെ ശരിക്കും നാണം കെടുത്താണ് ഇന്ത്യയെ. കാരണം എന്ന് വെച്ചാൽ കപിൽ സിബലിനെ പോലത്തെ ഒരു അഡ്വക്കേറ്റ് വിദേശത്ത് പോയിരുന്നിട്ട് ശരിക്കും ഇന്ത്യയെ നാണം കെടുത്തി കളഞ്ഞു തന്നെയാണ് സത്യം പറയുന്നത്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അല്ല ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവർക്ക് കോൺഗ്രസ് ജയിച്ചല്ലോ. അപ്പൊ അതൊന്നും ഇതല്ലേ, അതൊന്നും ഹാക്ക് ചെയ്തല്ലേ? ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ശരിക്കും ഇന്ത്യയെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. വളരെയധികം നന്ദി ശ്രീ ബൈജീഷ്. ശ്രീ മോഹിഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹിഷ്, 2014 മെയ് 16 തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. 453 സീറ്റിൽ 282 സീറ്റ് നേടിയിട്ട് വളരെ കാലത്തിന് ശേഷം ഒരു പാർട്ടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം. അന്ന് BJPക്ക് അങ്ങനെ അധികാരത്തിൽ വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, മറിച്ച് കൃത്രിമം നടത്തിയിട്ടാണ് എന്നാണ് ഈ ഹാക്കർ പറയുന്നത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം, എന്റെ പേര് മോഹിഷ് എന്നാണ്. ഇത് ഈ കോൺഗ്രസ് ആണല്ലോ 2014 ഭരിച്ചിരുന്നത്. അങ്ങനെയുള്ള നേരത്തെ 2014 BJPക്ക് അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ വീഴ്ച തന്നെയാണ്. രണ്ടാമത്, ഏതോ ഒരാള് എവിടുന്നോ ഒരു ഹാക്കറാണെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാനല്ലേ നിങ്ങൾക്ക്? അല്ലേ? ഈ വെറും ഒരു വെളിപ്പെടുത്തലായിട്ട് ഇതിനെ കാണണോ? കാരണം ഇദ്ദേഹം തന്നെ പറയുന്നത് 201 സീറ്റ് BJPക്ക് അധികമായി ലഭിച്ചത് ഇത്തരത്തിലുള്ള കൃത്രിമം കാട്ടിയിട്ടാണെന്നാണ് ഈ പറയുന്ന ഹാക്കറുടെ അവകാശവാദം. അതിന് കോൺഗ്രസ് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു. അത് കോൺഗ്രസിന്റെ വിവരമില്ലായ്മ. ഇപ്പൊ ഇത്രയും കാലം കോൺഗ്രസ്സുകാർ വെറുതെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഈ ചാനലിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഏതെങ്കിലും ഒരു ഹാക്കർ വിളിച്ചു പറയുന്നത് കേട്ടത് ഇങ്ങനെ ഒരു നല്ലൊരു സമയം ഈ മലയാളീസിന്റെ ആയിക്കോട്ടെ ഇന്ത്യക്കാരന് മൊത്തം സമയം കളയാനായിട്ട് ഇത്രയും വലിയൊരു ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിലാണ് ഇത് കാണിക്കുന്നത്. ലോകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇമാതിരി ഇത്രയും ചീപ്പായിട്ടുള്ള ചർച്ചകൾ വെക്കാതിരിക്കുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അത്രയും മോശമാണ് ഹാക്കറുടെ വെളിപ്പെടുത്തലും അത് ഏറ്റുപിടിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടെന്നാണ് ശ്രീ ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലിക്ക് എന്ത് തോന്നുന്നു? ഈ ഹാക്കർ പറയുന്നത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണോ? കാരണം പലപ്പോഴും കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ആരോപണമാണ് വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ട് എന്ന്. വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്തിയാണ് പലയിടത്തും BJP വിജയിക്കുന്നത് എന്നും കോൺഗ്രസിന്റെ ആരോപണമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ആരോപണങ്ങൾ പയ്യെ പയ്യെ ബലപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഷൗക്കത്ത് അലി? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ക്രൂരത ഈ ഹാക്കർ വെളിപ്പെടുത്തുന്ന വിഷയത്തിലുണ്ടായിരുന്നു. കാരണം ശരിയോ തെറ്റോ എന്നല്ല വിഷയം. ഇന്ത്യയിലെ ജനങ്ങള് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ബാലറ്റ് പേപ്പറിലൂടെയാണ് അധികാരത്തിൽ വന്നത്. ഈ ബാലറ്റ് പേപ്പർ തന്നെയാണ് സുരക്ഷിതം. റൈറ്റ്, ക്ലിയർ ആവുന്നില്ല, ദയവായി ക്ഷമിക്കുക. ഏതായാലും ബാലറ്റ് പേപ്പർ തന്നെയാണ് സുരക്ഷിതമെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ നിർമ്മൽ നമ്മളോടൊപ്പം ചേരുന്നു. വയനാട് നിന്നുമാണ് നിർമ്മൽ നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ നിർമ്മൽ, ഇങ്ങനെ ഈ ക്രമക്കേട് നടത്തിയില്ലായിരുന്നുവെങ്കിൽ 2014 BJPയും നരേന്ദ്രമോദിയും അധികാരത്തിൽ വരില്ലായിരുന്നു. 201 സീറ്റെങ്കിലും ക്രമക്കേടിലൂടെയാണ് നേടിയെടുത്തത് എന്ന് ഈ ഹാക്കർ വെളിപ്പെടുത്തുന്നത് മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ രാജ്യം എത്തി നിൽക്കുമ്പോഴാണ്. സംശയിക്കണോ ഈ വെളിപ്പെടുത്തലിനെ? ഷൗക്കത്ത് അലി പറഞ്ഞോളൂ, കേൾക്കാം. ക്ഷമിക്കണം, നിർമ്മൽ പറഞ്ഞോളൂ, കേൾക്കാം. നിർമ്മൽ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഇവിടെ രാഹുൽ ഗാന്ധി ഈ പ്രധാനമന്ത്രിയുടെ ഇതിനു വേണ്ടി കുപ്പായിട്ടിട്ടാന്ന് ഭാരതീയ പാർട്ടിയുടെ ആൾക്കാർ പറയണ്ടല്ലോ. ഈ ഹാക്കർ എന്ന് പറഞ്ഞ സംഭവം ആർക്കും വിശ്വസിക്കാൻ പറ്റുള്ളേ. അത് നടന്ന കേസാണ്, നടന്ന സംഭവമാണ്. നിങ്ങളിപ്പോ ഇതിലേക്ക് ഒരു അഭിപ്രായത്തിന് വേണ്ടി വെച്ചത്. ഇതിന് ഈ സമയം കൊണ്ട് ഇനി എത്ര ആളുകൾ വിളിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നറിയോ?
ഈ 2014 നടന്ന സംഭവം ശരിക്കും ഉള്ള കാര്യമാണത്. അല്ലെങ്കിൽ വെറുതെ ഒരു ആൾക്കാർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മോദി അധികാരത്തിൽ വരില്ലായിരുന്നു. ഉറപ്പന്നെ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ റീജു കൂടി നമ്മളോടൊപ്പം ചേരുന്നു. റീജു, തട്ടിപ്പിലൂടെ അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രിയാണോ നരേന്ദ്രമോദി? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നോ അല്ലെന്നല്ല, ചില കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതാണ്. മുണ്ട എന്ന് പറഞ്ഞ ഒരു BJP നേതാവ്, അതിന്റെ കൊലപാതകം. 2, ഈ അടുത്ത നാളിൽ ഒരു ഇലക്ഷനിൽ ഒരു നേതാവിന് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിന് വോട്ട് സ്വന്തം വോട്ട് പോലെ ഒരു മണ്ഡലത്തിൽ കണ്ടില്ല, ഒരു ബൂത്തിൽ. അപ്പൊ ആ പുള്ളിക്ക് പോലും വോട്ടില്ലായിരുന്നു അവിടെ. അത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ഇത് തീർച്ചയായിട്ടും വോട്ടിംഗ് മെഷീനാണ് വിഷയം നടക്കുന്നത്. ആ സ്ഥാനത്ത് എപ്പോഴും ബാലറ്റ് പേപ്പർ ആണെങ്കിൽ സുരക്ഷിതമായിരിക്കും. അത് തന്നെയാണ് പണ്ട് ഇത് ഇത്രയും വിഷയങ്ങൾ ഇല്ലായിരുന്നല്ലോ. ഇന്നലെ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി റീജു. ശ്രീ അയ്യപ്പ ദേവ് കൂടി ചേരുന്നു. ശ്രീ അയ്യപ്പ ദേവ്, ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലമായി നമ്മൾ കൊണ്ടുവന്ന ഒരു സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യ ദുരുപയോഗപ്പെടുത്തിയതിൻ്റെ പേരിൽ നമ്മൾ പഴയതിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളതാണ്. അതിന് അപ്പുറമായി ബാലറ്റ് പേപ്പറിന് പകരം കൊണ്ടുവന്ന വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്താമെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ഇനി വേണ്ടത് താനും. എങ്കിൽ പോലും നരേന്ദ്രമോദി 2014 കൃത്രിമം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ അധികാരത്തിൽ എത്തില്ലായിരുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ അയ്യപ്പദേവ്? ഇത് കൃത്രിമം നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ആധാർ കാർഡ് എടുക്കാൻ പോകുന്ന സമയത്ത് വിരലടയാളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും സംവിധാനത്തിലൂടെ വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം കൊണ്ടുവന്നാൽ ഇതിൽ നിന്നും ഒഴിവാക്കാം എന്നാണ്. ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ വിരലടയാളം അങ്ങനെ എന്തെങ്കിലും സ്കാൻ ചെയ്യുന്ന സംവിധാനം കൂടി വേണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. പക്ഷെ അതൊക്കെ ഉള്ള ഈ ആധാർ കാർഡിലാണെങ്കിൽ പോലും നമ്മൾ തന്നെ കണ്ടതാണ്, ആണിന് പകരം പെണ്ണിന്റെ പേര് വരിക, പെണ്ണിന്റെ ഫോട്ടോ വരിക, കുറെ കൃത്രിമങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഒക്കെ, അങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്കിപ്പോ ടെക്നോളജി വികസിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതായിരിക്കും അല്ലെന്ന് തോന്നുന്നു. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സജീവ് ചേരുന്നു നമ്മളോടൊപ്പം. രാജസ്ഥാനിൽ നിന്നുമാണ് സജീവ് വിളിക്കുന്നത്. സജീവിന്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദി തട്ടിപ്പ് നടത്തി അധികാരത്തിൽ വന്നു എന്നാണോ തോന്നുന്നത്? അതുമല്ല, BJP ഇനിയെങ്കിലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ BJP വീണ്ടും വിജയിക്കും, അതുകൊണ്ട് ഒരു നാടകം ഉണ്ടാക്കുക, ആ നാടകം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്ന് നടത്തി അതിനുവേണ്ടി കപിൽ സിബലിനെ അങ്ങോട്ട് അയച്ചു, അതാണ് BJPയുടെ വാദം. എന്തു തോന്നുന്നു? എനിക്ക് പറയാനുള്ള, സാറേ നമസ്കാരം, എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പം വരുന്ന വിഷയം, അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഇലക്ഷൻ കമ്മീഷന് പൂർണ്ണ അധികാരമുള്ള നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കമ്മീഷൻ ആ തീരുമാനത്തോട് യോജിക്കുന്നുവെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാണ് സംശയം? സംശയം കോൺഗ്രസിനാണെങ്കിൽ അത് സ്വാഭാവികമാണ്. അവര് ഇലക്ഷന് മത്സരിച്ച് ഇപ്പോ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ജയിച്ചിരിക്കുന്നു. അവിടെയൊക്കെ ജയിച്ചിരുന്നതും ഇങ്ങനെ തന്നെയാണോ? ആ സംശയം സ്വാഭാവികമാണ്. അപ്പൊ ജനങ്ങളുടെ കണ്ണില് പൊടിയിടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കാണുന്നത്. ഞാൻ രാജസ്ഥാനിൽ നിന്ന് വിളിക്കുകയാണ്. രാജസ്ഥാനിലെ കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജയം അവര് ക്യാൻസൽ ചെയ്യൂ. അതാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ശ്രീ സജീവ് ഒരു ഉറച്ചൊരു നിലപാട് എടുക്കാൻ ഇതിൽ പറ്റാത്തത്. ഈ രാജസ്ഥാനും മധ്യപ്രദേശിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലവും കൂടി മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഹാക്കർ പറയുന്നു അവിടെയൊന്നും അങ്ങനെ നടന്നിട്ടില്ല, നേരെ മറിച്ച് ഡൽഹിയിൽ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്, ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നടന്നു, ചില സ്ഥലങ്ങളിൽ നടന്നിട്ടില്ല. അവിടെയാണ് ഹാക്കറുടെ സംശയം ബലപ്പെടുക. ഇത് വെറും സംശയം മാത്രമാണ്. യാഥാർത്ഥ്യമായിട്ട്, ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഇത് വെറും സംശയമാണ്. യാഥാർത്ഥ്യമായിട്ട് യാതൊരു പൊരുത്തവുമില്ല. കാരണം പഞ്ചാബിൽ ജയിച്ചായിരുന്നു, നേരത്തെ കർണാടകയിൽ ജയിച്ചായിരുന്നു, പിന്നെ രാജസ്ഥാനിൽ ജയിച്ചു, മധ്യപ്രദേശിൽ ജയിച്ചു, എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു. വളരെയധികം നന്ദി ശ്രീ സജീവ്, വളരെയധികം നന്ദി. ശ്രീ മിഥുൻ നമ്മളോടൊപ്പം ചേരുന്നു. മിഥുൻ, സംഘാടകനായിട്ടുള്ള ഈ വാർത്താ സമ്മേളനം ലണ്ടനിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ആശിഷ് റേ, ഈ ആശിഷ് റേ എന്ന് പറയുന്ന ആൾ ഒരു കോൺഗ്രസ്സുകാരനാണ്, ശക്തമായ BJP വിരോധമുള്ള ആളാണ് എന്നൊക്കെയാണ്
ഈ BJPയുടെ ആരോപണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ അങ്ങനെ ഒരു നാടകം അവിടെ ആസൂത്രണം ചെയ്തത് എന്നും രവിശങ്കർ പ്രസാദും മറ്റുമൊക്കെ പറയുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതിനെപ്പറ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഏറ്റവും ഗൗരവമായ ഒരു വിഷയമാണിത്. കാരണം കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഇന്ത്യ എവിടേക്ക് പോയി, അല്ലെങ്കിൽ ഭാരതം എവിടേക്ക് പോയി? ഇപ്പൊ നമ്മളിപ്പം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെ ബാലറ്റ് പേപ്പറിലേക്ക് നമ്മുടെ സംവിധാനം കൊണ്ടുവരണം. മറ്റൊന്ന്, ഇവിടെ കൃത്യമായ രീതിയിൽ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം കൃത്രിമം തന്നെയാണ് നടന്നിരിക്കുന്നത്. പല വിഷയങ്ങൾ തന്നെ നമുക്ക് എടുത്തു നോക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്ക്. കൃത്യമായ രീതിയിൽ ഇത് ബാലറ്റ് പേപ്പറിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം കൊണ്ടുവരണം. അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവര് കൃത്യമായി അവരുടെ ട്വിറ്ററിനകത്ത് വരെ പോസ്റ്റ് ചെയ്യുന്ന സമീപനമാണ് വരുന്നത്. അത്തരത്തിലേക്ക് രാജ്യത്തിന്റെ രീതി മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അക്കാര്യം ട്വിറ്ററിൽ മറ്റൊരാളിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായും ബാലറ്റ് പേപ്പറിൽ പോകണം. ഇത് കൃത്യമായ രീതിയിൽ ഇടപെടലിനെ തുടർന്ന് പല കാര്യങ്ങളും നടക്കുന്നു. ഈ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യ കണ്ട ഇത്രയും വലിയ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഈ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഈ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ അവസാനിക്കണമെന്നാണ് എനിക്ക് വളരെയധികം നന്ദി. നരേന്ദ്രമോദി സർക്കാർ അവസാനിക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക്, അതെന്തോ ആകട്ടെ, അതിനും അപ്പുറത്തേക്ക് കൃത്രിമമുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അവസാനിക്കണം. മറ്റു പ്രേക്ഷകരുണ്ട്, അവരിലേക്ക് വരാം. പൊതുവേദി തുടരുന്നു. രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കുന്നുണ്ടോ? വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടക്കുന്നുണ്ടോ? ഹാക്കറുടെ വെളിപ്പെടുത്തൽ വിശ്വസിക്കണോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ശ്രീ ദാസൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, കപിൽ സിബൽ അവിടെ എത്തിയത് ആകസ്മികമല്ല. BJPയുടെ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. കപിൽ സിബലിനെ അങ്ങോട്ട് അയച്ചത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഡൽഹിയിലിരുന്ന് ഒരു തിരക്കഥ എഴുതിയുണ്ടാക്കുന്നു. അതിനനുസരിച്ച് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു. മുഖം മൂടി അണിഞ്ഞ കഥാപാത്രങ്ങൾ വാർത്താ സമ്മേളനം നടത്തുന്നു. അവർ പറയുന്നു അത് വിശ്വസിക്കേണ്ടതില്ല എന്ന് BJP പറയുന്നു. ദാസന്റെ അഭിപ്രായം? സത്യമാണ് സാറേ. അത് രാഹുൽ ഗാന്ധി എന്നെ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ഒരു വകുപ്പും കാണുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പ്രധാനമന്ത്രി ആവണമെന്ന് വെച്ച് ഷർട്ടെല്ലാം അടിച്ചിട്ട് നിൽക്കുകയാണ്. ഒന്ന്, ഈ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ വന്ന ആള് ഇയാൾക്കെല്ലാം ഇതിലും സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ള എന്താ അർത്ഥമില്ല അതിന്. ഇവർ കാലകാലമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അരവിന്ദ് കെജ്രിവാൾ ഒരു പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല, ഒരു ഇതുമില്ലാത്ത ഒരാള്. അദ്ദേഹത്തിന് ഇങ്ങനെ സഹകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചെങ്കിൽ പിന്നെ ഇവരെല്ലാം പറയുന്നതിന്റെ അർത്ഥമില്ല. ശ്രീദാസൻ, ഈ ഹാക്കർക്ക് ഇന്ത്യയിൽ നിന്നൊരു വാർത്താ സമ്മേളനം നടത്തിയാൽ അതിൽ ജീവന് ഭീഷണി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണോ അവിടെ പോയത്? അതുമല്ല, അവിടെ പോയി വാർത്താ സമ്മേളനം നടത്തി രാജ്യത്തെ നാണം കെടുത്തുകയായിരുന്നു ലക്ഷ്യം. അതന്നെ, രാജ്യത്തെ നാണം കെടുത്തു തന്നെയാണ്. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പറയും 100 റോക്കറ്റ് വിറ്റത് അമേരിക്കക്കാരന്റെ കൈ കൊണ്ടാന്ന് പറയുന്ന ആൾക്കാരാണ് ഈ അടുത്ത ഇലക്ഷനിൽ തോറ്റു കഴിയുമ്പോൾ ജയിക്കുമ്പോൾ പറയുന്ന ഈ വാക്ക് ഇതാണ്. ഇനി ഈ റോക്കറ്റ് വിറ്റത് അവരാണ്, നമ്മളല്ല ഇന്ത്യക്കാരെല്ലാം പറയുന്ന ആൾക്കാരാണ്. വളരെയധികം നന്ദി. ശ്രീ ജാസിർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജാസിർ കേൾക്കാമോ? ജാസിമല്ല, ജാഫറാണ്. റൈറ്റ്. ജാഫർ, ഈ പറയുന്നത് പോലെ ഒരു പരാജയ ഭീതി ഉള്ളത് കൊണ്ടാണോ കോൺഗ്രസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ കാണിച്ചൊരു ബ്രേക്കിംഗ് ഉണ്ട്, സുരക്ഷിതമായ മണ്ഡലം രാഹുൽ ഗാന്ധി നോക്കുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ഭയം, ഒരു വല്ലാത്ത എന്താ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസിന് വേണ്ട സാഹചര്യമുണ്ടോ? വളരെയധികം എന്താ പറയുക, ഹലോ പറഞ്ഞോളൂ, കേൾക്കാം ജാഫർ, പറഞ്ഞോളൂ. വളരെയധികം നമുക്ക് ചിന്തിക്കാത്ത ഒരു വിഷയം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം അടുത്തൊരു 5 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നടക്കുന്ന ഒരു വിഷയം, അതായത് അടുത്ത 5 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ നോക്കുകയാണ്. ഇപ്പോൾ EVM മെഷീൻ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അതില് മാറ്റം വരുത്താൻ കഴിയുമെന്ന് പറഞ്ഞത് അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് സാധാരണക്കാരായ നമ്മൾ അതിനെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുപോലെയുള്ള വാർത്തയിൽ സംസാരിച്ചുകൊണ്ടൊന്നും ആവില്ല. അത് അവർ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ആധികാരികത എന്താണ് എന്ന് പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഇത് ആരോപണം ശരിയാണെങ്കിൽ അത് പരിശോധിക്കണമെന്നാണ് ജാഫർ പറയുന്നത്. ശ്രീ വക്കച്ചൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ വക്കച്ചൻ, 2009 മുതൽ 2014 വരെ ഈ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനമാണ് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് താൻ.
എന്നും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സയ്യിദ് ഷൂജ പ്രത്യക്ഷപ്പെടുന്നതും വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ പറയുന്നതിനെ പൂർണ്ണമായും തള്ളിക്കളയണമോ? വക്കച്ചന്റെ അഭിപ്രായം എന്താ? ഈ സാങ്കേതിക വിദ്യ അതിനും വളരെയധികം വികാസം പ്രാപിച്ചിട്ടുണ്ട്. കൃത്രിമം നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നത്. അവർ പറയൂ അതിനകത്ത് കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റുമോ? അവര് കൃത്രിമം നടന്നിട്ടില്ലെന്നേ അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തിന് നമുക്കിപ്പോ വിദേശങ്ങൾ നമ്മൾ ഉറ്റുനോക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണല്ലോ. അവിടെ പല രാജ്യങ്ങളിലും ഇലക്ഷൻ നടത്തുന്നത് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചിട്ടല്ല, ബാലറ്റ് പേപ്പർ വഴിയാ. എന്തുകൊണ്ട് അവർക്ക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കാൻ സാധിക്കാത്തത്? അവർക്ക് സാങ്കേതിക വിദ്യ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ അപ്പം ഈ സാങ്കേതിക വിദ്യ ഇത്രയും വികാസം പ്രാപിച്ച ഒരു ലോകത്ത് ഏതിലും കൃത്രിമം കാണിക്കാം. ഏതിലാണ് കൃത്രിമം കാണിക്കാൻ പറ്റാത്തതെന്ന് നമുക്ക് ഏതിലാണ് കൃത്രിമം കാണിക്കാൻ പറ്റാത്തത്? ശ്രീ വക്കച്ചൻ, വളരെയധികം നന്ദി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഒരു തരത്തിലുള്ള കൃത്രിമവും നടന്നിട്ടില്ല എന്ന്. താങ്കൾ പറയുന്നത് പോലെ കൃത്രിമം സാധ്യമല്ലാത്ത ഒന്നുമില്ല ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ടി വരും. ശ്രീ സുരേഷ് കൂടി ചേരുന്നു. സുരേഷ്, പറഞ്ഞോളൂ. നമസ്കാരം. പറഞ്ഞോളൂ. രാജ്യത്ത് ഈ ലോകത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കിയ രാജ്യങ്ങളൊക്കെയും തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ എല്ലാം നിർത്തലാക്കി അവർ പഴയ ബാലറ്റ് പേപ്പറിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ ഇന്ത്യയിലും തീർച്ചയായിട്ടും ബാലറ്റ് സിസ്റ്റം തന്നെ കൊണ്ടുവരണം. ഇതിൽ വ്യാപകമായ അഴിമതി നടക്കുന്നുവെന്ന് ഉറപ്പാണ്, തീർച്ചയാണ്. വളരെയധികം നന്ദി. വ്യാപകമായിട്ടുള്ള അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള സംശയം ഏതായാലും ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്, പരാതി നൽകിയിരിക്കുകയാണ്. ഈ ഹാക്കർ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട് വാർത്താസമ്മേളനം നടത്തിയ ആൾക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദമെന്ന് പറയുന്നത്, ആവശ്യമെന്ന് പറയുന്നത്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നും വാർത്താസമ്മേളനത്തിൽ ഈ പരാതിയിൽ പറയുന്നു. ശ്രീ ഷാജി നമ്മളോടൊപ്പമുണ്ട്. കൊല്ലത്തുനിന്നുമാണ് ഷാജി വിളിക്കുന്നത്. ശ്രീ ഷാജി, ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള ആൾ പറയുന്നു രാജ്യത്ത് ഇന്ത്യയിൽ പല കൊലപാതകങ്ങൾ, പല ദുരൂഹ മരണങ്ങൾ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് എന്ന്. ഈ പറയുന്ന ഷൂജ എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഹൈദരാബാദിൽ വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി ഈ BJP വാർത്താ സമ്മേളനത്തിനല്ല BJP നേതാക്കളോട് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി, അതായിരുന്നു ആദ്യ പദ്ധതി എന്നാണല്ലോ, പണം ആവശ്യപ്പെടുക എന്നുള്ളത്. അങ്ങനെ പോയി അവിടെ തൻ്റെ സുഹൃത്തുക്കളെ കൊലപ്പെടുത്തുന്നു, വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കി, വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടതാണ് ഇവർ എന്ന് വരുത്തി തീർക്കുന്നു. ഗൗരി ലങ്കേഷിന്റെ മരണം ഇതുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കണമെന്ന് പറയുന്നു. ഗോപിനാഥ് മുണ്ടയുടെ മരണം ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുന്നു. ഇങ്ങനെ കുറേ കൊലപാതകങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നു എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ വാക്കുകളൊക്കെ? ഒന്നോർത്താൽ ഇത് സത്യം തന്നെ, ഇത് സത്യമായിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറയത്തില്ലല്ലേ. ഇല്ലെങ്കിൽ ഈ ഇത്രയും തെരഞ്ഞെടുപ്പ് ഇത് ഇവിടെ അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നടന്നിട്ട് തന്നെ ആണെന്നല്ലേ. ഇല്ലെങ്കിൽ 200, 201, 220 കാര്യം പറയത്തില്ലല്ലേ. റൈറ്റ്, വളരെയധികം നന്ദി. അത്രയും സീറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ശ്രീ പ്രസാദ് കുടിച്ചിരുന്നു. ശ്രീ പ്രസാദ്, BJP പറയുന്നു ഇതൊരു തിരക്കഥയാണെന്ന്, കോൺഗ്രസ് പറയുന്നു അങ്ങനെയല്ല എന്ന് പറയുന്നു. BJP പറയുന്നു കോൺഗ്രസ് പേടി പൂണ്ട് വിരളി പിടിച്ച കോൺഗ്രസിന്റെ വെളിപാടുകളാണ് ഇതൊക്കെയെന്ന്. എന്ത് തോന്നുന്നു പ്രസാദ്? നമസ്കാരം. അതെ, കേൾക്കാമോ? കേൾക്കാം. അതായത് ഒരു ബൂത്ത് ഏജന്റായിട്ട് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഇപ്പോ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബൂത്ത് ഏജന്റായിട്ട് ഇരുന്ന ഒരു വ്യക്തിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നമ്മള് വോട്ട് ചെയ്യാൻ പോകുമ്പോ അവിടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടാണ് നടക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇതൊക്കെ ഈ രാഷ്ട്രീയ എതിരാളികള് അല്ലെങ്കിൽ വിജയം നടക്കുമ്പോ ആ രീതിയിൽ പറയേണ്ടവരെ. വളരെയധികം നന്ദി. ശ്രീ തോമസ് കൂടിയുണ്ട്. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പരാജയ ഭീതി കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കി പടച്ചുവിടുന്ന പല കഥകളിൽ ഒന്നായിട്ട് വേണമോ ഇതിനെ കാണാൻ? അതുമല്ല, ഒരു കൃത്രിമത്തിലൂടെ BJP വീണ്ടും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ആശങ്കയുണ്ടാകണം? ആദ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ, ഇദ്ദേഹം
മുഖംമൂടി അണിഞ്ഞാണ് വന്ന് പ്രസ് കോൺഫറൻസ് നടത്തിയത്. അതെ. നമ്പർ 1. നമ്പർ 2, ഇതിന്റെ ഓർഗനൈസേഴ്സ് ഇയാളെ തള്ളിക്കളഞ്ഞു. നമ്പർ 2. നമ്പർ 3, ഇങ്ങനെ പഠിച്ചു എന്ന് പറയുന്ന കോളേജിലെ പ്രിൻസിപ്പള് ഡിസോൾഡ് ഹിം. ഇങ്ങനെ ഒരാൾ ഇവിടെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ നമ്പർ 4, ദി പ്രസൻസ് ഓഫ് മിസ്റ്റർ കപിൽ സിബൽ ദയർ. വൈ ഹി വെന്റ് ദയർ? അപ്പം ഇത് മുഴുവൻ കള്ളത്തരവാണ്. കോൺഗ്രസ് തോക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ പടുകുടിയിലേക്ക് പോകുന്നറിഞ്ഞപ്പോൾ നടത്തിയ ഒരു നാടകമാണ്. വളരെയധികം നന്ദി. നാടകമാണോ അതോ യാഥാർത്ഥ്യമാണോ അത് തീർച്ചയായും പരിശോധനയിലൂടെ തെളിയേണ്ടതാണ്. പക്ഷേ നേരത്തെ വിളിച്ച ഒരു പ്രേക്ഷകൻ തുടക്കത്തിൽ എന്തുകൊണ്ട് നിങ്ങളിത് ചർച്ച ചെയ്യുന്നു, നാണക്കേടല്ലേ ഇത്രയും സമയം ചെലവിടുന്നതെന്ന് ചോദിച്ചതിന് ഒരു മറുപടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ചെയ്യുന്ന വോട്ടിൽ കൃത്രിമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടേണ്ടത് തന്നെയാണ്. പൊതുവേദി പൂർണ്ണമാകും.